ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എള്ള്, അവല്, തേങ്ങ, കപ്പലണ്ടി. ഇനി ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് വറുക്കണം. ഹലോ, അപ്പോൾ നമ്മളെ അവല് മൊരിഞ്ഞ് വന്നുകൊണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് പാത്രത്തേക്ക് മാറ്റാം. അടുത്ത ഐറ്റംസ് വറുക്കാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് കപ്പലണ്ടി വറുക്കാം. ഒരു കളഞ്ഞ കപ്പലണ്ടി ഇതിൽ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഉണക്കി വെച്ച എള്ളാണ്. എള്ള് വറുക്കണം. എള്ള് വറുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ വറുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടി തെറിച്ച് പോകും കേട്ടോ. അങ്ങനെ ചൂടായി വരും. നമ്മളപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം എള്ള് വറുക്കാനായിട്ടാ. വലിയ തീയിലിട്ടാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം എള്ള് വറുക്കാം. നമുക്ക് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ വറുക്കണം. നമ്മൾ തേങ്ങ ഇടാം. തേങ്ങ ഒന്ന് നന്നായി മൊരിയണം. അപ്പം നമ്മുടെ തേങ്ങ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഉരുക്കിയത് നമ്മൾ ഒഴിക്കാം. ശർക്കര ഉരുക്കിയത് ഒഴിക്കണം. ഇനി ഇതിലേക്ക് നമ്മളെ കപ്പലണ്ടി, അവല്, എള്ള്, ഒക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂട്ടി ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട്. നല്ല രസമാണ് ഇത്. ഞാൻ കഴിച്ച് നോക്കിയതിന് ശേഷം ഇത് ട്രൈ ചെയ്തത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്. ശരീരവേദനക്കും ബ്ലഡ് പ്രഷറിനും എല്ലാത്തിനും നല്ലതാണ്. രക്തം വെക്കാനൊക്കെ